ഈ സൈഡും കറുത്തല്ലോ. ഈ സൈഡും കറുത്ത്. എന്തൊരു കുരു. അളിയ, ഞാൻ കറുത്തടാ, ഒരുപാട് കറുത്ത്. അളിയ, നിൻ്റെ അണ്ണൻ വീട്ടിലുണ്ടാ? എടാ, നീയേ അവനോട് പെട്ടെന്ന് വെളുക്കാൻ പറ്റിയ ഏതെങ്കിലും തട്ടിക്കൂട്ട് കൂതറ മരുന്നുണ്ടാന്ന് ചോദിച്ചു നോക്ക്. അവനറിയായിരിക്കും. അവനെങ്ങാണ്ട് 2 കൊല്ലം ജയിലിൽ കിടന്നതല്ലേ, ഏതോ കള്ളമരുന്നുണ്ടായി കേസിൽ. നീ അവനോട് പറഞ്ഞ് എനിക്ക് ഒരെണ്ണം സെറ്റ് ചെയ്തതാ. ആ ശരി, നീ അത് വാട്സപ്പിലേക്ക്. ഓ ഹൊറിബിൾ. കിഡ്നിയിലെ കല്ല് പോകണ്ട, മരുന്ന് വേണോ? ഓ ഓക്കെ. സുഭാഷ് ചൗധരി. ഓ, ഹിന്ദി ഭായി. ഓ ഉപ്സ്. अरे सुभाष भाई, कैसा है? हैं? ओ, मैं विनू का फ्रेंड है. ഡേറ്റ് അലവലാതെ പറഞ്ഞില്ലേ? ഹാജി. അച്ഛാ, പണ്ടാരണങ്ങൊന്നും മനസ്സിലാവണമില്ല. നഹി നഹി, എനിക്ക് നിങ്ങൾ പറയണത് മനസ്സിലായില്ല സേട്ടാ. അത് വന്ന് സേട്ടാ ശുക്രവാദ്. ഞാൻ ഈ വിളിച്ചു ചേർന്ന ബംഗാളി ബീഹാറിലുള്ളതാണ്. ഇവന്റെ ഏതൊരു കുടുംബം വെളുപ്പിച്ച് മുഖം വെളുക്കുന്ന ഏതൊരു ഒറ്റമൂലിയാണെന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. പിന്നെ എനിക്ക് പൊതുവേ ഹിന്ദി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇവൻ പറയണ ഹിന്ദിയൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഇതേത് വടക്കോട്ടുള്ള ഹിന്ദിയാണെന്ന് എനിക്ക് തോന്നുന്നു. അവൻ്റെ ഒരു വടക്ക് തെക്ക്. ഞാൻ എന്താ പറയുന്നത് അത് പറ. അതായത് ഞാൻ പറയുന്ന കാര്യം അതുപോലെ ഹിന്ദിയിൽ അങ്ങോട്ട് സ്പീക്ക് ചെയ്യാൻ മതി. വിനു പറഞ്ഞ ഒറ്റമൂലി 1 കിലോ, അത് മതി. അഡ്രസ്സ് നിങ്ങൾ കൊടുത്താൽ മതി. ആ, പൈസ ഇത്രയും ചോദിക്കാൻ മറക്കരുത്. എൻ്റെ ഒറ്റമൂലി. One hour later. ഒറ്റമൂലി കഞ്ചാവ് വേട്ടയിൽ ഒരു മലയാളി കൂടി. തെക്കേ വീട്ടിൽ സതീശൻ എന്ന യുവാവ് ഇന്ന് രാവിലെ 10 മണിക്ക് 1 കിലോ ഒറ്റമൂലി കഞ്ചാവിന് ഓർഡർ കൊടുത്തതായാണ് പോലീസിന് വിവരം ലഭിച്ചത്. ഇയാളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കുമെന്നും ചോദ്യം ചെയ്യുമെന്നും കേരള പോലീസ്. ആശാന, നിങ്ങളെ ഫോട്ടോ TV-യിൽ ഇതാണല്ലേടാ തെണ്ടി നീ പറഞ്ഞത് കുടുംബ വെലുക്കുമെന്ന്. എൻ്റെ കുടുംബ വെൽത്ത്.